അന്ന് നീ എന്നെ കണ്ട് തിരിഞ്ഞു നിന്നത് എന്തിനാണെന്ന് ഇപ്പൊ നിന്റെ കണ്ണ് കണ്ടപ്പോഴാ മനസ്സിലായത്. നിന്നെ കാണുമ്പോ എന്റെ മനസ്സിൽ 1000 പൂമ്പാറ്റകൾ ഇരിക്കാൻ സ്ഥലമില്ലാതെ പറന്നു കിടക്കും. നിന്റെ നാണം കാണുമ്പോൾ ഞാനൊരു കോളേജ് കുമാരനായി ഫുട്ബോളിൽ തൂങ്ങുന്ന പോലെ ഒരു നൂല് പൊട്ടിയ പട്ടം ദിശയേറിയാതെ കറങ്ങിത്തിരിഞ്ഞ് ഒരു ആപ്പിൾ മരത്തിൽ കുടുങ്ങി വീണ്ടും പറക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനെങ്ങനെ നോക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി നിൽക്കുന്നതെന്ന് മനസ്സിലായില്ലേ? പോകരുത്. നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. ഈ അപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഞാൻ നിന്നെ ശാസിച്ചിരിക്കാം. നീ ഒന്നും പറയണ്ട, എനിക്ക് അവകാശമുണ്ട്. എന്നെ കണ്ട് നീ നാണിക്കുന്നതും നിന്നെ കണ്ടത് മുതൽ ഉറങ്ങാതെ കിടക്കുന്നതും ഒരു പുതിയ അനുഭവം. എന്നാ ഈ സമൂഹം നമ്മളെ അംഗീകരിക്കൂ. നമ്മളെന്താ അമേരിക്കയിലാണോ? അന്റാർട്ടിക്ക പോലും സമ്മതിക്കില്ല സാർ. എടാ, നീ എപ്പോഴാണ് വന്നേ? ഞാൻ നിങ്ങളുടെ മനസ്സ് മാറിപ്പോയെന്ന് വിചാരിച്ചു. നാളെ തന്നെ മാറിപ്പോലെ സാർ. തുടരും സാർ, പ്ലീസ്. ഈ വിവരം അങ്ങനെ ചേച്ചറിഞ്ഞത് നാണക്കേടായിരിക്കും അറിയോ? കൂടെ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റണ്ടായോ? സാർ പ്ലീസ് സാർ, ദയവ് ചെയ്ത് ഇനി എന്നെ ശല്യം ചെയ്യരുത്, പറഞ്ഞേക്കാം. ആണമില്ലാത്ത നിങ്ങളോടല്ല സംസാരിക്കാൻ താല്പര്യമില്ല സാറേ. ഈ അപ്പാർട്ട്മെന്റ് നല്ല ഈ നാട് വിട്ട് ഞാൻ പൊക്കോളാം. എന്നെ ശല്യം ചെയ്യരുത്. എന്നെ വിടാനാ പറഞ്ഞത്. ശല്യം ചെയ്യലെന്നോ? നിങ്ങളുടെ മുന്നിൽ ഒരു അബദ്ധം പറ്റിയെന്ന് പുറകെ വരും. വരൂ മോനെ, അകത്തേക്ക് വാ, ഇരിക്കൂ. ബാബു വാ 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 വാ. എന്താ ബാബു? ഓ, ചപ്പൽസ്. സൈസ് കറക്റ്റ് അല്ലേ? പെർഫെക്റ്റ്, വളരെ നന്നായിട്ടുണ്ട്. ഗുഡ് ബാബു. അദ്ദേഹം ഇതുപോലൊന്നും ആരോടും ചോദിച്ചു വാങ്ങിയിട്ടില്ല. വളരെ അധികാരത്തോടെ എന്നോട് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അദ്ദേഹത്തെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. ഞാൻ വരാമേ. അപ്പൊ അതോടെ പടം തീരെയാണോ? അതാ ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ. അയ്യോ, ഇതുപോലൊരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാ മ്യൂസിക് വായിക്കുന്നത്? അതാ തലയില്. സാറോ വരൂ സാർ, ഇരിക്കൂ സാർ. അല്ല ചേച്ചി കണ്ടില്ല? ഓ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹത്തിന് ഞങ്ങളോട് വലിയ താല്പര്യം, അതും വിജയ് എന്ന് വെച്ചാൽ ജീവനാ. അല്ലേ വിജയ്? അർച്ചനെ, ആ സാർ എന്തെങ്കിലും കഴിക്കുന്നോ സാർ? വേണ്ട. കൂൾ ഡ്രിങ്ക്സ് വേണ്ട വേണ്ട. പെപ്സി വേണ്ട. കോക്ക് വേണ്ട. കോഫി വേണ്ടന്നല്ലേ? ടീ? വേണ്ട. ബോണ്ട ബോണ്ട. കേക്ക് സർ, കേക്ക്. ചിപ്സ് വേണ്ടാന്ന്. അർജുൻ കൊടുക്കാം സാർ. വേണ്ടെന്നല്ലേ പറഞ്ഞേ? എനിക്ക് അർച്ചനയോട് സംസാരിക്കണം. Will you keep ഓക്കേ quiet? ഓക്കേ ഓക്കേ സാർ. സർ, പോപ്കോൺ വളരെ അർച്ചനെ, നീ എന്താ ഇവിടെ? ഞങ്ങള് ഷോപ്പിങ്ങിന് വന്നാന്ന്. ഷോപ്പിങ്ങിനോ? ഷോപ്പിങ്ങിന് ഇവരുടെ കൂടാണ് വരുന്നത്? ഞങ്ങളെല്ലാം ഫ്രണ്ട്സ് എന്നാ പറയുന്നേ. ഫ്രണ്ട്സോ? ഇതുപോലുള്ള ഫ്രണ്ട്സ് ആവശ്യമാണോ? ഇത് കേട്ടോ, ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ശീലയുടെ കൂടെ പോ, അല്ലെ മുത്തശ്ശിയുടെ കൂടെ വെറുതെ ഉമ്മരുടെ കറങ്ങി. അതായത് സാർ, ഞാൻ ആരുടെയൊക്കെ ഫ്രണ്ട് ആവണമെന്ന് എനിക്കറിയാം. അതിന് സാർ ഒന്നും പറയണമെന്നാ പറയുന്നത്. എനിക്ക് പറയാൻ പാടില്ലേ? ഐ ആം യുവർ ഗാർഡിയൻ, മൈൻഡ് ഇറ്റ്. സാർ, അത് ആക്ച്വലി ഈ വട്ടനെ പോലെ ബിഹേവ് ചെയ്യാതെ സാറിന്റെ ജോലി നോക്കാനാ പറയുന്നത്. ആരെയാ നീ വട്ടാന്ന് വിളിച്ചത്? ആക്ച്വലി നിങ്ങൾ തന്നെയാണ്, അല്ലാതെ ഇവിടെ വേറെ ആരെയാ ഇങ്ങനെ വിളിക്കാൻ? ഓക്കെ, ഐ വിൽ സേ. ഇവന്മാരെ കുറിച്ച് നിനക്കറിയില്ല. നീ എന്തിനു വേണ്ടിയാ വട്ടാന്ന് വിളിക്കുന്നത്? അയ്യോ അർച്ചനെ, നീ എന്തിനാ സോറി പറയുന്നത്? അങ്ങേര് എപ്പോഴും ഇങ്ങനെ തന്നെയാ. ആ, അത് ഞങ്ങളോട് വീട്ടിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാറില്ല എന്ന് പറഞ്ഞു. അതാ.
ആ, ഈ കാർത്തിക്കിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ അപ്പാർട്ട്മെന്റ്സില് ബാച്ചിലേഴ്സിന് വീട് കൊടുക്കില്ലെന്ന്. ഞാൻ അത് തന്നെ പറയുന്നത്. അവൻ കല്യാണം വേണ്ടെന്നുള്ള തീരുമാനത്തിൽ. മനസ്സിലായില്ല? നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി ഒരു പെണ്ണിനെ നോക്കിക്കൂടേന്ന്. ഞാൻ നോക്കാം. പക്ഷേ ഇവൻ അവന്റെ മനസ്സിനുള്ളിൽ ഒരു പെണ്ണിനെ സങ്കല്പിച്ചു വച്ചിരിക്ക. ഒന്ന് പറയടാ. നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണായിരിക്കണം, ധൈര്യമുള്ള പെണ്ണായിരിക്കണം, സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ള പെണ്ണായിരിക്കണം. ഞാൻ ഈ പറയുന്നതെല്ലാം ഉണ്ടെങ്കിൽ അവൾ തീർച്ചയായിട്ടും ഒരു സുന്ദരിയായിരിക്കും. എന്ത്? എന്താ പറഞ്ഞത്? ആ പെണ്ണിന് നല്ല മ്യൂസിക് നോളജ് ഉണ്ടായിരിക്കണോന്നാ ചോദിച്ചത്. അതാവശ്യമില്ല. എൻ്റെ മനസ്സിലുള്ള പോലെ ഒരു പെണ്ണിനെ കിട്ടിയ അവളോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷം തരും. ആ സന്തോഷം എനിക്ക് നല്ല സംഗീതം തരും. എൻ്റെ നല്ല സംഗീതത്തിന് അവളൊരു ഇൻസ്പിറേഷൻ ആയാൽ മതി. അവൾ എന്നെ മനസ്സിലാക്കുന്നവളാണെങ്കിൽ എൻ്റെ സംഗീതം അവൾക്ക് മനസ്സിലാവും. ഇത്രയും ചുറ്റുവളയ്ക്കണമായിരുന്നോ? ഡേയ്,